ജ്ഞാനം 5-ാം അധ്യായം 1 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. നീതിമാൻ തന്നെ പീഡിപ്പിക്കുകയും തൻ്റെ പ്രവർത്തികളെ പരിഹസിക്കുകയും ചെയ്യുന്നവരുടെ മുമ്പിൽ ആത്മവിശ്വാസത്തോടെ നിൽക്കും. അവർ അവനെ കാണുമ്പോൾ ഭയം കൊണ്ട് വിറയ്ക്കും. അവൻ്റെ അപ്രതീക്ഷിത രക്ഷയിൽ അവർ വിസ്മയിക്കും. അവർ പശ്ചാത്താപ വിവശരായി ദീനരോദനത്തോടെ പരസ്പരം പറയും, ഭോഷന്മാരായ നമ്മൾ ഇവനെയാണ് പരിഹസിച്ച് നിന്ദയ്ക്ക് പര്യായമാക്കിയത്. അവൻ്റെ ജീവിതം ഭ്രാന്താണെന്നും അവസാനം മാനം കെട്ടതാണെന്നും നാം ചിന്തിച്ചു. അവൻ എങ്ങനെ ദൈവപുത്രന്മാരുടെ കൂടെ എണ്ണപ്പെട്ടു? വിശുദ്ധരുടെ ഇടയിൽ അവൻ എങ്ങനെ അവകാശം ലഭിച്ചു? അതിനാൽ സത്യത്തിൽ നിന്ന് വ്യതിചലിച്ചത് നമ്മളാണ്. നീതിയുടെ രശ്മി നമ്മുടെ മേൽ പ്രകാശിച്ചില്ല, നമ്മുടെ മേൽ സൂര്യൻ ഉദിച്ചില്ല. അധർമ്മത്തിൻ്റെയും വിനാശത്തിൻ്റെയും പാതയിൽ നാം യഥേഷ്ടം ചലിച്ചു, വഴിത്താരയില്ലാത്ത മരുഭൂമികളിലൂടെ സഞ്ചരിച്ചു. കർത്താവിൻ്റെ മാർഗത്തിന് നാം അറിഞ്ഞില്ല. അഹങ്കാരം കൊണ്ട് നമുക്ക് എന്ത് നേട്ടമുണ്ടായി? ധനവും ഗർവവും നമുക്ക് എന്ത് നൽകി? നിഴൽ പോലെയും കടന്നു പോകുന്ന കിംവദന്തി പോലെയും അവ അപ്രത്യക്ഷമാകും. ഇളകി മറയുന്ന തിരമാലകളിൽ ചരിക്കുന്ന കപ്പൽ ഒരു രേഖയും അവശേഷിക്കാത്തതുപോലെ അവ അപ്രത്യക്ഷമാകും. പറക്കുന്ന പക്ഷിയുടെ മാർഗം വായുവിൽ തെളിഞ്ഞു നിൽക്കുന്നില്ല. ചിറകടിയേൽക്കുന്ന ലോലവായു പറക്കലിൻ്റെ വേഗത്തിൽ മുഴിയുന്നു, എന്നാൽ അടയാളം അവിടെ അവശേഷിക്കുന്നില്ല. ചിറകുകൊണ്ട് വായുവിനെ തുളച്ചു കയറി പക്ഷി മുന്നോട്ടു പോകുന്നു, എന്നാൽ അതിൻ്റെ അടയാളം അവശേഷിക്കുന്നില്ല. ലക്ഷ്യത്തിലേക്ക് എയ്യുന്ന അസ്ത്രം വായുവിനെ ഭേദിച്ചാലും ഉടനെ അത് കൂടിച്ചേരുന്നു. അങ്ങനെ അസ്ത്രത്തിൻ്റെ മാർഗം ആരും അറിയുന്നില്ല. അപ്രകാരം നമ്മളും ജനിച്ച ഉടനെ ഇല്ലാതായി. സുഹൃത്തിൻ്റെ അടയാളമൊന്നും നമുക്ക് കാണിക്കാനില്ല. നമ്മുടെ ദൃഷ്ടിയിൽ നാം നശിച്ചു. അധർമ്മിയുടെ പ്രത്യാശ കാറ്റിൽപ്പെട്ട പതിര് പോലെയും കൊടുങ്കാറ്റടിച്ച് പറത്തിയ പൊടിമഞ്ഞു പോലെയുമാണ്. കാറ്റിൻ്റെ മുമ്പിൽ അത് പുക പോലെ ചിതറിപ്പോകും. ഒരു ദിവസം മാത്രം താമസിച്ച അതിഥിയുടെ സ്മരണ പോലെ അത് അസ്തമിക്കും. നീതിമാന്മാർ എന്നേക്കും ജീവിക്കും. അവരുടെ പ്രതിഫലം കർത്താവിൻ്റെ പക്കലുണ്ട്. അത്യുന്നതൻ അവരെ പരിപാലിക്കുന്നു. അതുകൊണ്ട് മഹത്തരവും സുന്ദരവുമായ കിരീടം അവർക്ക് കർത്താവിൽ നിന്ന് ലഭിക്കും. അവിടുത്തെ വലതുകരം അവരെ രക്ഷിക്കും. അവിടുത്തെ ഭുജം അവരെ കാത്തുകൊള്ളും. കർത്താവ് തീക്ഷ്ണതയാകുന്ന കവചമണിയും. തങ്ങളുടെ വൈരികളെ തുരത്താൻ തൻ്റെ സൃഷ്ടികളെ ആയുധമണിയിക്കും. അവിടുന്ന് നീതിയെ മാറച്ചട്ടയാക്കും. നിഷ്പക്ഷമായ നീതിയെ പടത്തൊപ്പിയാക്കും. വിശുദ്ധിയെ അജയമായി പരിചയിക്കും. ക്രോധത്തെ മൂർച്ചകൂട്ടി വാളാക്കും. നീചന്മാർക്കെതിരെ യുദ്ധം ചെയ്യാൻ സൃഷ്ടി മുഴുവൻ കർത്താവിൻ്റെ പക്ഷത്ത് അണിനിരക്കും. വിദൃശാരങ്ങൾ നന്നായി കുലച്ച മേഘവില്ലുകളിൽ നിന്ന പോലെ ലക്ഷ്യത്തിലേക്ക് ഊക്കോടെ കുതിച്ചുപായും. കവണയിൽ നിന്ന പോലെ ക്രോധത്തിൻ്റെ കന്മഴ അവർക്കെതിരെ വർഷിക്കും. കടൽ ക്ഷോഭിക്കും. നദികൾ നിഷ്കരുണം അവരെ വിഴുങ്ങും. അവർക്കെതിരെ ശക്തിയായ കാറ്റ് വീശും. കൊടുങ്കാറ്റ് അവരെ ചുഴറ്റിയെറിയും. അധർമ്മം ഭൂമിയെ ശൂന്യമാക്കും. ദുഷ്കൃത്യം രാജാക്കന്മാരുടെ സിംഹാസനങ്ങളെ തകിടം മറിക്കും. ജ്ഞാനം 6-ാം അധ്യായം 1 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. രാജാക്കന്മാരെ മനസ്സിലാക്കുവിൻ, ഭൂപാലകരെ ശ്രദ്ധിക്കുവിൻ. അനേക സഹസ്രങ്ങളെ ഭരിക്കുന്ന അനേക ജനതകളുടെ മേലുള്ള ആധിപത്യത്തിൽ അഹങ്കരിക്കുകയും ചെയ്യുന്നവരെ ശ്രവിക്കുവിൻ. നിങ്ങളുടെ സാമ്രാജ്യം കർത്താവിൽ നിന്ന് ലഭിച്ചതാണ്. അതിശയത്വം അത്യുന്നതനിൽ നിന്നാണ്. അവിടുന്ന് നിങ്ങളുടെ പ്രവർത്തികൾ പരിശോധിക്കും, ഉദ്ദേശങ്ങൾ വിചാരണ ചെയ്യും. അവിടുത്തെ രാജ്യത്തിൻ്റെ സേവകന്മാർ എന്ന നിലയ്ക്ക് നിങ്ങൾ ശരിയായി ഭരിക്കുകയോ നിയമം പാലിക്കുകയോ അവിടുത്തെ ലക്ഷ്യത്തിനൊത്ത് ചരിക്കുകയോ ചെയ്തില്ല. അതിനാൽ അവിടുന്ന് നിങ്ങളുടെ നേരെ അതിവേഗം അത്യുഗ്രനായി വരും. ഉന്നത സ്ഥാനം വഹിക്കുന്നവർക്ക് കഠിന ശിക്ഷ ഉണ്ടാകും. എളിയവന് കൃപയാൽ മാപ്പ് ലഭിക്കും. പ്രബലർ കഠിനമായി പരീക്ഷിക്കപ്പെടും. സകലത്തിൻ്റെയും കർത്താവ് ആരെയും ഭയപ്പെടുന്നില്ല, വലിയവനെ മാനിക്കുന്നില്ല. അവിടുന്നാണ് വലിയവനെയും ചെറിയവനെയും സൃഷ്ടിച്ചത്. അവിടുന്ന് എല്ലാവരെയും ഒന്നുപോലെ പരിഗണിക്കുന്നു. കർശനമായ വിചാരണ പ്രബലനെ കാത്തിരിക്കുന്നു. ഏകാധിപതികളെ, നിങ്ങളോടാണ് ഞാൻ പറയുന്നത്,
ജ്ഞാനം അഭ്യസിക്കുവിൻ, വഴിതെറ്റിപ്പോകരുത്. വിശുദ്ധമായവ വിശുദ്ധിയോടെ ചെയ്യുന്നവർ വിശുദ്ധരാകും, അവ അഭ്യസിക്കുന്നവർ രക്ഷ കണ്ടെത്തും. എൻ്റെ വചനങ്ങളിൽ അഭിലാഷം അർപ്പിക്കുവിൻ, അവയോട് തീവ്ര അഭിനിവേശം കാണിക്കുവിൻ, നിങ്ങൾക്ക് ജ്ഞാനം ലഭിക്കും. തേജസ്സുറ്റതാണ് ജ്ഞാനം, അത് മങ്ങിപ്പോവുകയില്ല. ജ്ഞാനത്തെ സ്നേഹിക്കുന്നവർ നിഷ്പ്രയാസം അവളെ തിരിച്ചറിയുന്നു, അവളെ തേടുന്നവർ കണ്ടെത്തുന്നു. തന്നെ അഭിലഷിക്കുന്നവർക്ക് വെളിപ്പെടാൻ അവൾ തിടുക്കം കൂട്ടുന്നു. പ്രഭാതത്തിൽ ഉണർന്ന് അവളെ തേടുന്നവർ പ്രയാസം കൂടാതെ അവളെ കണ്ടുകൂട്ടും. അവൾ വാതിൽക്കൽ കാത്തു നിൽപ്പുണ്ട്. അവളിൽ ചിന്തയുറപ്പിക്കുന്നതാണ് വിവേകത്തിൻ്റെ പൂർണ്ണത. അവളുടെ കാര്യത്തിൽ ജാഗ്രതയുള്ളവൻ ദുഃഖവിമുക്തനാകും. യോഗ്യതയുള്ളവരെ ജ്ഞാനം അന്വേഷിച്ചു ചെല്ലുന്നു. അവരുടെ ചിന്തകളിലും പാതകളിലും അവൾ കനിവോടെ പ്രത്യക്ഷപ്പെടുന്നു. ശിക്ഷണത്തോടുള്ള ആത്മാർത്ഥമായ അഭിലാഷമാണ് ജ്ഞാനത്തിൻ്റെ ആരംഭം. ശിക്ഷണത്തെ സ്നേഹിക്കുന്നവൻ ജ്ഞാനത്തെ സ്നേഹിക്കുന്നു. അവളുടെ നിയമങ്ങൾ പാലിക്കലാണ് അവളോടുള്ള സ്നേഹം. അവളുടെ നിയമങ്ങളിലുള്ള ശ്രദ്ധ അമർത്തതയുടെ വാഗ്ദാനമാണ്. അമർത്തത മനുഷ്യനെ ദൈവത്തെങ്കിലേക്ക് അടുപ്പിക്കുന്നു. അങ്ങനെ ജ്ഞാനതൃഷ്ണത രാജ്യത്വം നൽകുന്നു. ജനതകളുടെ രാജാക്കന്മാരെ, നിങ്ങൾ സിംഹാസനവും ചെങ്കോലും അഭിലഷിക്കുന്നെങ്കിൽ ജ്ഞാനത്തെ ബഹുമാനിക്കുവിൻ, അപ്പോൾ നിങ്ങൾ എന്നേക്കും ഭരണം നടത്തും. ജ്ഞാനം എന്തെന്നും എങ്ങനെ ഉണ്ടായെന്നും പറയാം, ഒന്നും ഞാൻ ഒളിക്കുകയില്ല. സൃഷ്ടിയുടെ ആരംഭം മുതലുള്ള അവളുടെ ഗതി ഞാൻ വരച്ചു കാട്ടാം. അവളെക്കുറിച്ചുള്ള അറിവ് ഞാൻ പകർന്നു തരാം. ഞാൻ സത്യത്തെ ഒഴിഞ്ഞു പോവുകയില്ല, ഹീനമായ അസൂയമൊത്ത് ഞാൻ ചരിക്കുകയില്ല. അതിന് ജ്ഞാനത്തോട് ഒരു ബന്ധവുമില്ല. ജ്ഞാനികളുടെ എണ്ണം വർദ്ധിക്കുന്നത് ലോകത്തിൻ്റെ രക്ഷയാണ്. വിവേകിയായ രാജാവാണ് ജനതയുടെ ഭദ്രത. എൻ്റെ വചനങ്ങളാൽ ശിക്ഷണം നേടുക, നിനക്ക് ശുഭം വരും.